ഹായ്, എൻ്റെ പേര് വന്ദന. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് ക്യൂനോൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അപ്പം ആ ഒരു ചാനലിൽ നമ്മളിപ്പം എഞ്ചിൻ്റെ വർക്കിംഗ്, ക്ലച്ചിൻ്റെ വർക്കിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് ഓട്ടോമൊബൈൽ റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഒക്കെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് കോഴ്സുകളൊക്കെ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കോളേജുകളുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഒത്തിരി മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ട് ഇന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ തന്നെ നാട്ടിലുള്ള, അതായത് കോട്ടയം മറ്റക്കരയിലുള്ള ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് പുതുതായിട്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എന്തൊരു കാര്യം നമ്മൾ കേട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കണ്ടുപഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യം കണക്കിലെടുത്തിട്ട് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലാബ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഈവൻ എഞ്ചിൻ്റെ വർക്കിംഗ് കാണാം, ട്രാൻസ്മിഷൻ്റെ ഡിഫറൻഷ്യൽ എല്ലാ പാർട്സും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഇതാണ്, നമുക്ക് 2 സ്ട്രോക്കും ഉണ്ട്, 4 സ്ട്രോക്കും ഉണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ട് ആ വർക്കിംഗ് ഒക്കെ കാണാനായിട്ട് ഉണ്ട്. പിസ്റ്റൺ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് അറിയാനായിട്ട് അവിടെ കട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എഞ്ചിൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷനും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. ഈവൻ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലച്ച് ഇരിപ്പുണ്ട്, ദെൻ നമുക്ക് ഡിഫറൻഷ്യൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓട്ടോമൊബൈലിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് അടുത്തറിഞ്ഞ് പഠിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേറെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ഷോപ്പിൽ ഇങ്ങനെ കുറേ മെഷീനറീസ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പം കണ്ടോ, നമ്മുടെ നൈട്രജനൊക്കെ ഫില്ല് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ടയറിൽ അതിൻ്റെ കംപ്രസർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടയർ മാറാൻ പോകുമ്പോഴത്തേനും അതിൽ നിന്ന് റിമ്മിൽ നിന്ന് അതിനെ വേർപെടുത്താനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറി ഉണ്ട്. ദെൻ ഇവിടെ ഇപ്പോൾ എന്താണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ടയർ ബാലൻസിങ് ഇല്ലേ, അതായത് എവിടെയെങ്കിലും ചെറിയ വെയിറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില വണ്ടിയുടെ ഒക്കെ ടയറിലെ ചെറിയൊരു മെറ്റൽ പോർഷൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സംഭവം ചെയ്യുന്നത് ഇങ്ങനെ വീൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീൽ അലൈൻമെൻറ്റിനായിട്ട് കൊടുക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, 3D വീൽ അലൈൻമെൻറ്റ്. അപ്പോഴത്തേനും നമുക്കറിയാലോ, നമ്മൾ കുറേ നാൾ വണ്ടിയൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേനും സ്റ്റിയറിംഗ് വീല് നേരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ് ചിലപ്പോൾ പ്രോപ്പറായിട്ട് നേരെ പോകണമെന്നില്ല, അതായത് അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കാൻ നമ്മൾ പറയും. അപ്പോഴത്തേനും നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോകും, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി കയറ്റിയിടും, അവർ നമുക്ക് വർക്ക് ചെയ്ത് തരും. അപ്പം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മോണിറ്ററൊക്കെ നോക്കി കറക്റ്റായിട്ട് അലൈൻമെൻറ്റൊക്കെ അവർ കറക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ട ലാബിൽ എല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ളൊരു കണ്ടൻസ് അല്ലേ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എഞ്ചിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലാബിലാണ്. അതാണ് നമുക്കിപ്പോൾ പറയാൻ കാണാൻ പറ്റും IC എഞ്ചിൻ ലാബ്. ബോത്ത് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ വർക്കിംഗ് എൻഡ് ടു എൻഡ് ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ലാബ് സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വർക്കിംഗ് എങ്ങനെയാണ് ഓരോ സ്റ്റുഡൻറ്റിനും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അഴിക്കാതായിട്ട് നിങ്ങൾക്കൊരു മുഴുവൻ എഞ്ചിൻ കാണുന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട്. ഇപ്പം ഈവൻ പമ്പ് അടക്കമാണ് ഈ അഴിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, എൻഡ് ടു എൻഡ് ഡീറ്റെയിൽ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ലാബിൽ ഇവർ സ്പെസിഫൈ ചെയ്ത് പഠിപ്പിക്കുന്നത്. കാര്യം നമുക്കിപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്, 4 സ്ട്രോക്ക് ഉണ്ട്, ഇല്ലെങ്കിൽ 2 സ്ട്രോക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെ ചുമ്മാ കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. അതേസമയം ഇങ്ങനെ ഒരു മോഡൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ വർക്കിംഗ് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നില്ല. പഠിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അത് ഈസി ആൻഡ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇവിടെ ഓൾറെഡി ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ലാബ് സെറ്റപ്പിനെ കുറിച്ച് അവരുടെ ഒരു ഒപ്പീനിയൻ വല്ലതും ഉണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലാബ് സെറ്റപ്പ് ഉള്ളതുകൊണ്ട് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയി എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കുറച്ച് ഹെൽപ്ഫുൾ ആണ് പഠിക്കാനായിട്ട്. എങ്ങനെ? അത് കണ്ടു പഠിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അല്ലാതെ പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കേട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലല്ലേ ഈ സെറ്റപ്പ് ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ. വേറെ ആരും ഇങ്ങനെ ഇവിടുത്തെ പിള്ളേരൊന്നും അധികം നമ്മളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന കൂട്ടരൊന്നും അല്ല കേട്ടോ. അവർ പഠിക്കുന്നതിൽ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളുടെ ഒപ്പീനിയൻ കിട്ടിയുള്ളൂ. എനിവേ ആ ഒപ്പീനിയൻ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് മൈൻഡിൽ സെറ്റ് ആവുന്നത് എന്തും കണ്ടുപഠിക്കുമ്പോഴാണ്. അതിപ്പം
നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ലാബും കൂടെ വേറെ കാണാനുണ്ട്, അതും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓട്ടോ ഇലക്ട്രിക്കൽ ലാബിലാണ്. അതായത് നമ്മുടെ വണ്ടി നമുക്കറിയാം ഇഷ്ടംപോലെ വയറിങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കും വലിയ പിടുത്തമില്ലാത്തൊരു മേഖലയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ മേഖല എന്ന് പറഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഇവിടെ കണ്ടിപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ആ സൈഡിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ്, പിന്നെ ഹോണ്, വൈപ്പർ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിൻ്റെയും വയറിങ്സിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ. ഇപ്പോൾ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6M ഉള്ള 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് വരുന്നത്. മാത്രമല്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ AICT അപ്രൂവ്ഡ് കോളേജുമാണ്. ഇനിയിപ്പോൾ കേരള ഗവൺമെൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DT അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെയും കൂടെ കീഴിൽ വരുന്ന ഒരു കോളേജാണിത്. മാത്രമല്ല ഡിപ്ലോമയിൽ ഇവർക്ക് 5 ബ്രാഞ്ചുകളാണുള്ളത്: ഓട്ടോമൊബൈൽ, സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സും വന്ന് ഇവിടെ പഠിക്കാവുന്നതാണ്. ഡിപ്ലോമ മാത്രമല്ല മറ്റ് BTech കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഫീയുടെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടോംസ് കോളേജിൻ്റെ മറ്റ് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. സോ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്ക്.